ലക്ഷ്മിപ്രിയയ്ക്കുള്ള മറുപടിയുമായി അൻസിബയുടെ ഫ്രണ്ട് ഒരു പോസ്റ്റുമായി വന്നു. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ അവസാനം ലക്ഷ്മിപ്രിയയ്ക്ക് 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. അതായത് അൻസിബ ലാസ്റ്റ് കൊടുത്തൊരു കേസുണ്ടല്ലോ, അത് വെറും നിസ്സാര കേസല്ല, അതിശക്തമായ ഒരു കേസാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുക, വ്യക്തിഹത്യ ചെയ്യുക, കള്ളപ്രചാരണം നടത്തുക എന്നിങ്ങനെ പോകുന്നു കേസിനകത്തുള്ള കാര്യങ്ങൾ. ഒരു വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയെക്കുറിച്ച് ഇതുപോലെയുള്ള ഒരു മീഡിയയിൽ വന്നിരുന്ന് കള്ളപ്രചരണം നടത്തിയതോടുകൂടി ലക്ഷ്മിപ്രിയയ്ക്കെതിരെ കേസെടുക്കാനും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യാനുമുള്ള സാധ്യത കൂടുതലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ ലക്ഷ്മിപ്രിയ പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, അൻസിബയുടെ ഫ്രണ്ടായ മിഥിൽരാജ് അബ്ദുൾ. ഇതിന് പ്രതികരിച്ചുകൊണ്ട് ലാസർ ഹൈമയിൽ എന്താണ് ജോലി, അൻസിബ നീ ഇതിന് മറുപടി പറയണം, ഇത് നീ മറച്ചു വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. നീയും ലക്ഷ്മിപ്രിയയും ഉടക്കാനുള്ള യഥാർത്ഥ കാരണം നീ എന്തിനു മറച്ചു വയ്ക്കുന്നു, നിനക്കതെല്ലാം തുറന്നു പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയും എന്നും പറഞ്ഞുകൊണ്ട് 2 പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിനകത്ത് ലക്ഷ്മിപ്രിയ കൊടുത്ത പരാതിയുടെ പകർപ്പും വെച്ചിട്ടുണ്ട്. അതിനകത്ത് ലാസർ കൈമയിൽ ലക്ഷ്മിപ്രിയയ്ക്ക് എന്താണ് പണി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്താണ് മിഥിൽരാജിൻ്റെ പോസ്റ്റ് എന്നൊന്ന് നോക്കാം. അൻസിബ, നീ സത്യം മറച്ചു വെച്ച് നീ ആരെയാണ് സംരക്ഷിക്കുന്നത്? ലക്ഷ്മിപ്രിയ വിഷയത്തിൽ നിൻ്റെ മൗനം ആപത്താണ്. നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാ ഉത്തരം നിൻ്റെ മൗനത്തിലുണ്ട്. ഇത്രയേറെ അനുഭവിച്ചിട്ടും ആരെ സംരക്ഷിക്കാനാണ് നീ ഇനിയും സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നത്? ലക്ഷ്മിപ്രിയയുമായുള്ള വിഷയത്തിൽ നിൻ്റെ നിലപാടുകൾ പലപ്പോഴും അവ്യക്തമാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നീ ഇനിയെങ്കിലും തയ്യാറാകണം. റാസൽ ഖൈമയിലെ കാന്താരി റെസ്റ്റോറൻറ്റിൽ 2025 നവംബർ 2 നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവല്ലോ. ആ ക്ഷണം നീ എന്തുകൊണ്ട് നിരസിച്ചു എന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന വിവരം നീ അറിഞ്ഞതു മുതലാണോ നിൻ്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്? ഇക്കാര്യത്തിൽ തുറന്നു പറയാൻ നീ എന്തുകൊണ്ട് മടിക്കുന്നു? ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നോ എന്ന വളരെ ലളിതമായ ചോദ്യം ചോദിച്ചതിനാണ് ലക്ഷ്മിപ്രിയ നിനക്കെതിരെ കേസ് നൽകിയത്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറാണോ? അന്ന് റാസൽ ഖൈമയിൽ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന രീതിയിലാണോ ലക്ഷ്മിപ്രിയ ഇത്തരമൊരു കേസിന് മുതിർന്നത്? തൻ്റെ രഹസ്യങ്ങൾ നിൻ്റെ കൈവശമില്ലെന്ന് ഉറപ്പുവരുത്താനാണോ അവർ നിയമത്തെ കൂട്ടുപിടിച്ചത്? കൂടാതെ ലക്ഷ്മിപ്രിയയുടെ സുഹൃത്തായ ആശ തൃപ്പുണിത്തറ നിനക്ക് വിവരങ്ങളും തന്നതാണ്. മകളുടെ പേരിൽ നടത്തുന്ന സൊസൈറ്റിയുടെ മറവിൽ നടക്കുന്ന മണി ലോണ്ടറിങ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിഞ്ഞ നിമിഷം മുതലാണോ നിങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചത്? ഈ സാമ്പത്തിക തിരിമറികൾ എന്തുകൊണ്ട് നീ ഇതുവരെ പുറത്തറിയിച്ചില്ല? അൻസിബ, ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ടിനി ടോമിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലെ നിൻ്റെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു, നിൻ്റെയും നിൻ്റെ അഭിഭാഷകൻ്റെയും അനുവാദത്തിനായി ഇനിയും കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ആ പരാതിയുടെ പകർപ്പ് ഞാൻ പുറത്തുവിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മിഥിൽരാജ് ആ പരാതിയുടെ പകർപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ പരാതി ലക്ഷ്മിപ്രിയ കൊടുത്തത് അൻസിബ ഏതോ മെസ്സേജ് ഇട്ടു, അത് തൻ്റെ ഭർത്താവ് കണ്ടു, തൻ്റെ കുടുംബം വരെ ഇല്ലാതാകുന്നു എന്നൊക്കെ പറഞ്ഞാണല്ലോ. ആ ഇട്ട പരാതിയുടെ പകർപ്പിൽ അൻസിബ ഇട്ട മെസ്സേജ് കണ്ട് എൻ്റെ ഭർത്താവ് എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, ഒരു സ്ത്രീയെ ഭർത്താവ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ പോലീസിന് സ്വമേധയാ കേസെടുത്തൂടെ? പക്ഷെ കേസെടുത്തില്ലല്ലോ. അതെന്താ കാരണം?
മിഥിൽരാജ് പറഞ്ഞു വയ്ക്കുന്നത് ലാസർ ഖൈമയിൽ പോയപ്പോൾ എന്തോ ഇല്ലീഗലായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട് എന്നാണ്. ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട ഏതോ ഫോട്ടോകൾ പലരും കണ്ടിട്ടുണ്ട്. അത് അൻസിബയുടെ കയ്യിലുണ്ടെങ്കിൽ കിട്ടാനാണ് ലക്ഷ്മിപ്രിയ കേസ് കൊടുത്തത്. അതായത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ലക്ഷ്മിപ്രിയയുടെ ബന്ധം മനസ്സിലാക്കുന്ന എന്തെങ്കിലും തെളിവ് അൻസിബയുടെ കയ്യിലുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് കേസ് കൊടുത്തതും അന്ന് സ്റ്റേഷനിൽ SIയെ കൊണ്ട് 3-4 മണിക്കൂർ ഹറാസ് ചെയ്തതും. എന്തായാലും ഇത് ചില്ലറ കേസൊന്നുമല്ല. ഇങ്ങനെ പോയാൽ ഉടനെ അറസ്റ്റ് തന്നെ കാണും. ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ജയിലിൽ കിടക്കുക തന്നെ വേണം. ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടാതെ കമൻറ്റ് ചെയ്യുകയും വേണം കേട്ടോ.